ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം എന്നാണ് സഖാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള വിലയിരുത്തൽ. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ തകർച്ചയും പാളിച്ചകളും എത്ര ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ കണ്ണടച്ചിരുട്ടാക്കും എന്ന ദുർവാശിയിലാണ് ഭരണപക്ഷം. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന സഖാക്കന്മാരുടെ കപ്പിത്താന് പക്ഷേ ചികിത്സ ഇപ്പോഴും കേരളത്തിൽ നടത്താൻ അയിത്തമാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും അമേരിക്കയിൽ പോയി ചികിത്സ തേടുന്നതെന്ന് ശ്രീമതി ചിന്താ ജെറോമിനോട് ചോദിച്ചാൽ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് തലയുരാനാണ് ആളുടെ ശ്രമം. കേരളത്തിലെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി സംസാരിക്കുമ്പോൾ ചിന്തയ്ക്ക് പറയാനുള്ളത് അമേരിക്കയിലെ ചികിത്സാ രീതികളെക്കുറിച്ചാണ്. വളരെ മികച്ച സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സ തേടുന്നതിന് പ്രശ്നമില്ലെന്ന വാദമുഖത്തിലാണ് ചിന്ത നിലയുറപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തികൾ കേരളത്തെ അപമാനിക്കലല്ലേ എന്ന് ചോദിച്ചാൽ വിഷയത്തിൽ നിന്നും തെന്നിമാറുകയും ചോദ്യം ചോദിച്ച ആൾ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അപമാനിക്കുകയാണെന്നുമൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്നും തടിതപ്പാനാണ് ചിന്തയ്ക്ക് താല്പര്യം. കേരള യുവജന കമ്മീഷൻ ചീഫ് ചിന്താ ജെറോം, MLA ചാണ്ടി ഉമ്മൻ, BJP നേതാവ് ഷോൺ ജോർജ് എന്നിവർ പങ്കെടുത്ത ഒരു ചർച്ചയിലെ രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത്. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതല്ല, ഇവിടുത്തെ ലോകോത്തര നിലവാരം അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ പോകുന്നതാണെന്നൊക്കെ പരിഹാസ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അടിസ്ഥാന സൗകര്യങ്ങളിൽ സംസ്ഥാനം മുൻപന്തിയിലാണെന്നും ചിന്താ ജെറോം അടക്കമുള്ള യുവ നേതാക്കൾ എത്രയോ തവണ പൊതുവേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഇത്രയധികം ലോകോത്തര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പറക്കേണ്ടി വന്നത് എന്തിനാണെന്ന ചോദ്യമുയർന്നാൽ ഉത്തരം കിട്ടാതെ പതറുന്ന ചിന്തയെ കാണാം. ചാണ്ടി ഉമ്മന്റെ ചോദ്യങ്ങൾക്ക് സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. കപ്പിത്താനെ വെള്ളപൂശാൻ ശ്രമിച്ച് നാണം കിടന്ന ചിന്തയുടെ വീഡിയോ കണ്ടുവരാം. ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് സ്റ്റാൻഡേർഡുള്ള കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അതാ എനിക്ക് മനസ്സിലാവും. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സയ്ക്ക് പോകുമ്പോൾ? ഒരിക്കലും അല്ല. കാരണം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് വരണം. തീർച്ചയായിട്ടും വരാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ട്. ഇനി വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. അതാണ്. അപ്പം ചാണ്ടിയുടെ സഹോദരി അച്ചു ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കൊല്ലക്കാരി കൂടിയാണ്, ഇപ്പൊ ബിനോയ് ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നോണ്ട് അറിയാം, നമ്മുടെ യുവ സംവിധായിക വിധു വിൻസെന്റുമായിട്ട് സംസാരിച്ചു. അപ്പൊ വിധു ചേച്ചി എന്നോട് പറഞ്ഞത്, വിധു ചേച്ചിയുടെ സഹോദരി ആൽവി, അവർ ജർമ്മനിയിലാണ്. അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് തല കറങ്ങി വീണ് തല ഇടിച്ച് അൺകോൺഷ്യസ് ആയി. അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ. അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത്. അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യമെന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ലാതെ അപ്പം തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ? അല്ലല്ലോ. ഇവിടെ ആര് ആശുപത്രിയിൽ പോയാലും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അമേരിക്കയിൽ പോയാൽ ചികിത്സിക്കത്തില്ല. അവരുടെ രീതി അതാ. നമ്മുടെ രീതി ആര് വന്നാലും അപ്പം തന്നെ ചികിത്സിക്കും. അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്ഷേമ പെൻഷൻ UDF നാളെ ഇതുവരെ എത്ര രൂപ വർദ്ധിപ്പിച്ചു? അല്ല, ആരോഗ്യ മേഖല എന്താണ് UDFന്റെ സംഭാവന? എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ? ഇവിടെ ഡോക്ടർമാരെ ലീവ് എടുത്ത് വിദേശത്ത് പോയി. ശ്രീമതി ടീച്ചർ വന്നപ്പോഴാ പറഞ്ഞത്, ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. പണ്ട് കുറിപ്പെഴുതി കൊടുക്കും, അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അമേരിക്കയിൽ പോലും 5.6 ആണ്, കേരളത്തിൽ 5 ആണ് നിങ്ങളുടെ നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കൂ. വെറുതെ അങ്ങ് പറയാതെ. ഞാൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ, കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. ഒരിക്കലും അല്ല. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അസുഖം അല്ല. താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി താങ്കൾ സ്വീകരിക്കുന്നത് ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. കേരള സംസ്ഥാനത്ത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ
കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? ഈ എവിടെയാണ് നാടിന്റെ പ്രശ്നം? മുഖ്യമന്ത്രി എയിംസ് ഏറ്റവും ഉണ്ട്, മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി RCC ഉണ്ട്, പോകുന്നതിൽ ഒരു തെറ്റില്ല. ശ്രീചിത്രയുണ്ട്. പക്ഷെ ഈ ഇപ്പൊ ഇവിടുത്തെ മെഡിക്കൽ നാട്ടിലെ കോളേജുകളെല്ലാം നേരിടാന്നല്ല നിങ്ങൾ പറയുന്നത്. ഒരിക്കലല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇതെല്ലാം ഉള്ള ഇട്ടിട്ട് എന്തിനാ മുഖ്യമന്ത്രി പോകുന്നത് നമ്മൾ ചോദിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി ഞാൻ എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്നത് ദുഃഖകരമാണ് കേട്ടോ. താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല.